നീ നേരത്തെ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നീ വരയ്ക്കുന്ന വെണ്ണക്കണ്ണനെ ഞാൻ വരച്ച് കാണിച്ചാൽ വര നിർത്തുമെന്നോ എന്തൊക്കെയോ നീ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നിട്ടില്ല. ഞാനതിന് പ്രതികരിക്കാതിരുന്നത് എനിക്ക് ആ ഒരു വെണ്ണക്കണ്ണനെ വരയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. പിന്നെ നീ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നമുക്കത് വരച്ച് കാണിക്കണ്ടേ? വരച്ച് കാണിക്കണം. ഞാൻ QR കോഡ് ഇട്ട കാര്യം നിനക്കറിയാലോ. നീ എനിക്ക് 1 രൂപ അയച്ച കാര്യമൊന്നും നീ മറന്നു പോയിട്ടില്ലല്ലോ. നീ അതിനുള്ള ആ മെറ്റീരിയൽ കോസ്റ്റ് ഉൾപ്പെടെ ഇങ്ങോട്ട് അയക്കേ, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. എന്താ നിനക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പം നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ വര നിർത്തൂന്ന്, അത് നിനക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് നീ ട്രൈ ചെയ്യണം. പറഞ്ഞ വാക്ക് പാലിച്ച് നിനക്ക് പരിചയമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിച്ചെന്ന് മാത്രം. നീ വരയ്ക്കുന്ന പോലത്തെ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് എനിക്കൊരു ബാലികേറ മലയല്ല. എനിക്കത് നിഷ്പ്രയാസം സാധിക്കും. അതായത് ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി എനിക്കിത് ചെയ്യാൻ സാധിക്കും. കയ്യിൽ നിന്നെടുത്ത് ചെയ്യാൻ നിർവാഹമില്ല. നമ്മുടെ സാമ്പത്തിക നില അത്ര ഭദ്രതയിലല്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഓരോ മാസവും ജീവിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോള് ആ അക്കലിക് ഷീറ്റിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും ഒക്കെ ആ ഒരു പൈസ ഇങ്ങോട്ട് അയച്ചു തന്നാൽ എന്താ അമ്മച്ചി ഇവിടെ ഇരുന്നിട്ട് അത് വരച്ച് കാണിച്ചു തരാം. പിന്നെ മോള് ഇത് മോളുടെ പടമല്ല എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. മോളും അഭിപ്രായം പറയണ്ട, ഞാനും പറയണ്ട. ജനങ്ങൾ പറഞ്ഞോട്ടെ, ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. സമ്മതമാണെങ്കിൽ ചെക്ക്. നീ എന്തായാലും എന്നെ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഒരുമിച്ചിരുന്ന് വരയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കൂല എന്ന് എനിക്ക് നല്ല ഉറപ്പായി, ബോധ്യമായി. നിൻ്റെ അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള പണി കണ്ടപ്പം അവള് 18ൻ്റെ ഇത് കൊണ്ടുവന്നാലല്ലേ നീ വരയ്ക്കാൻ വരുള്ളൂ. അപ്പം നീ എന്നെ ചലഞ്ച് ചെയ്ത ആ ഒരു ചലഞ്ച് എനിക്ക് നടത്തണ്ടേ? ഇങ്ങോട്ട് അയക്ക് പൈസ, ഞാൻ നടത്തി കാണിച്ചു തരാം. അതും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി. പൊന്നു മോളെ, ഇതൊക്കെ എനിക്ക് വെറും നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമുള്ളൂ. നിൻ്റെ വിചാരം എന്താ? നിൻ്റെ പിക്ചർ ആർക്കും വരയ്ക്കാൻ സാധിക്കില്ല എന്നാണോ? ഒരിക്കലും ഇല്ല. ഞാൻ എന്താ അത് വരയ്ക്കാത്തതെന്ന് നിനക്കറിയോ? അതിലെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ നമ്മുടെ കണ്ണൻ്റെ അലങ്കാരങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ള ഹൈന്ദവർ, ഹിന്ദുക്കൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം വരയ്ക്കാൻ ഇഷ്ടപ്പെടാത്തത്. പിന്നെ നിൻ്റെ നിർബന്ധത്തിന് ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. അതിൽ കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഭർമുള്ള ജിസു കാരണം ഒന്ന് ഈ അമ്മായിയുടെ ചത്തുപോയ തന്തയായിരുന്നു. അതുകൊണ്ട് 17 കണ്ടല്ലോ, 18 എണ്ണത്തിൻ്റെ വേണ്ട, 17 എണ്ണത്തിൻ്റെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം മനസ്സിലായല്ലോ ഹിന്ദുക്കളുടെ മൊത്തം തന്തയ്ക്ക് വിളിക്കലാണ് ഇവരുടെ പണിയെന്ന്. അതാണ്. അമ്മായി പറഞ്ഞോളൂ, എവിടെ ആ സ്ഥലം നന്നായി തീരുമാനിച്ചോളൂ. ആരാ എന്താ പേപ്പറിലാണോ, ചുമരിലാണോ, നിലത്താണോ, എന്താ പറയാ, പ്ലാവിലയിലാണോ? പ്ലാവിലയിലോ ആലിലേല് വരയ്ക്കുന്ന കേട്ടിട്ടുണ്ട്. പ്ലാവിലയിലും പിള്ളേര് വരയ്ക്കുന്നുണ്ട്. സമ്മതം. ജസ്ന സലീം സമ്മതിച്ചു. സമ്മതമാണെന്ന്. എന്നാ നമുക്ക് നാളെ തന്നെ വരയ്ക്കാം. വേണ്ട, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വരയ്ക്കാം. അത്രയും കോൺഫിഡന്റ് ആണ്. ആ വരച്ച അമ്മായിയുടെ മോനോട് പറ, കൈ നല്ലോണം വഴങ്ങാനുണ്ട്. എപ്പോഴെങ്കിലും വരച്ചു നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും പ്രിയ അല്ല വരച്ചതെന്നുള്ള എനിക്ക് മനസ്സിലായി. പ്രിയ വരച്ചത് പ്രിയ ഞാൻ അക്കൗണ്ട് തപ്പിയപ്പോൾ പ്രിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അമ്മായിയെ. അതവൾക്ക് മനസ്സിലായി ഇത് ഞാൻ വരച്ചതല്ല. എന്നിട്ട് നീ ഞാൻ വരച്ച ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ പറഞ്ഞില്ലല്ല. അതാണ് എനിക്ക് വിഷമം. ലസിത ആദ്യമായിട്ടൊരു ഫോട്ടോ വരച്ചുകൊണ്ട് നിട്ടപ്പം നീ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കുങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ 2 ടൈപ്പ് ഫോട്ടോ കാട്ടി വെല്ലുവിളിച്ചിട്ട് നീ ഒരക്ഷരം മിണ്ടിയില്ലല്ല. നീ ആകെ പറഞ്ഞത് ഞാൻ വരയ്ക്കണ ഫോട്ടോ വരയ്ക്കണമെങ്കിൽ നീ ഇനി 7 ജന്മം ജനിക്കണം എന്നാണ്. അതല്ലാതെ നീ ആ ഫോട്ടോനെ പറ്റിയിട്ട് എന്തെങ്കിലും അതെടുത്ത് വെച്ചിട്ട് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഇതുവരെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് ഞാൻ വരച്ചതല്ലാന്ന് അതവള് കണ്ടുപിടിച്ച്. ഞാൻ വരച്ചതല്ല എന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായിടി ചൂലേ? നീ വരയ്ക്കുന്ന ഫോട്ടോ അത് ഞാൻ വരയ്ക്കും, എനിക്ക് വരച്ചേ പറ്റുള്ളൂ. അതിനുള്ള കാശ് നീ എനിക്ക് അയച്ചു തരണം. ഇനി നീ QR കോഡ് കണ്ടില്ല എന്നൊന്നും പറഞ്ഞ് തടിയപ്പാൻ പറ്റൂല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റാക്കിയേക്കാം. അയക്കണേ. ഏതായാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അമ്മായിയെ. അമ്മായിനെക്കാട്ടിലും റെസ്പെക്ട് തോന്നുന്നുണ്ട് ആ പ്രിയ തള്ളനോട്. കാരണം എന്താ? അത് നീ എനിക്കിട്ട് ഊതിയതാല്ലേടി.
നീ എല്ലാവരും ഈ അമ്മായി അമ്മായി എന്ന് വിളിക്കണം. 33 വയസ്സുള്ള തള്ളച്ചി, പിന്നെ ഞങ്ങൾ എന്ത് വിളിക്കണം? അതൊന്ന് പറഞ്ഞു തരുമോ? അമ്മായി ദിവസം 10 വീഡിയോ ഇട്ട് എന്നെ റീച്ചാക്കി. നീ 1 വർഷം മുമ്പുള്ള നിന്റെ വീഡിയോയും ഇപ്പോഴത്തെ നിന്റെ വീഡിയോയും നീ തന്നെ എടുത്തു നോക്കേണ്ടതാണ്. 2 വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നീ 1 വർഷം കൊണ്ട് പെട്ടെന്ന് കിളവിയായി പോയില്ലോടി ജസ്നെ. അമ്മായിനെക്കാട്ടിലും റെസ്പെക്ട് തോന്നുന്നുണ്ട് ആ പ്രിയ തള്ളനോട്. കാരണം എന്താണെന്നറിയോ, അമ്മായി ദിവസം 10 വീഡിയോ ഇട്ട് എന്നെ റീച്ചാക്കി എന്നിലൂടെ പൈസ ഉണ്ടാക്കുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് ഇതിനോട് വരും. ആ പെണ്ണുങ്ങൾക്ക് താങ്കളെപ്പോലെ നിന്നെപ്പോലെ ദിവസം ഒരു 10 വീഡിയോ എൻ്റെ ഇട്ടാൽ മതി. പ്രിയാമ്മച്ചിക്കും അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ പ്രിയാമ്മച്ചി കഷ്ടപ്പെട്ട് നോക്കൂ ഒരു വീട് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതല്ല, ഞങ്ങൾ ഇത്രയല്ലേ പറയുന്നുള്ളൂ. നീ കിടന്നു വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ ആ വീട്ടിൽ ഇന്നലെ തുള്ളിക്കളിച്ച നിന്റെ ആ തള്ള ഉണ്ടല്ലോ, ആ അറുവാണിച്ചിയുടെ മോന്ത തല്ലി പൊട്ടിക്കാൻ തോന്നും. മക്കളെ, അതായത് പെൺമക്കളെ അടിച്ചു വളർത്തേണ്ട സമയത്ത് അടിച്ചു വളർത്താത്തതിൻ്റെ കേടാണ് ഇപ്പം നിന്നെപ്പോലെ ഒരുത്തി വന്നിരുന്ന് കാണിക്കുന്നത്. അവർക്ക് എങ്ങനെ പോയാലും 4 നേരം വെട്ടി വിഴുങ്ങുകയും അത്യാവശ്യം കാശ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മോൾ കിടന്ന് ഇമാതിരി തരികിട പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആർക്കിടെ കൂടെ പോയാലും വേണ്ടിയില്ല, കാശ് മതി തന്തയ്ക്കും തളയ്ക്കും. അത് മോൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. മൂത്ത 2 പെൺമക്കളും ഇവളെപ്പോലെയല്ല, ഡീസൻ്റാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിലൊരുത്തിയുടെ കെട്ടിയോൻ ഇവളെ കുടുംബത്ത് കയറ്റൂല, അവരാണെങ്കിൽ ഇവരുമായിട്ട് സഹകരിക്കുകയുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി തള്ളിക്കോ അമ്മായി, തള്ളിക്കോ. ഒരു വീട് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതള്ളച്ചിക്ക് എവിടെയെങ്കിലും നിർത്തണം ഈ കളിയാക്കിയിട്ട് മുമ്പിൽ എന്നറിയാം. നിങ്ങൾക്ക് പിന്നെ ബൈജു മുരുകടേട്ടനുണ്ടല്ലോ, മുരുകടേട്ടനോ, അപ്പം നിഷ്കിതിൻ്റെ ആവശ്യം കാണത്തില്ല. എന്നതോ എന്തോ. മറ്റേതെന്തായും ദിനേശ് ചേണായിയോ രമേശ് ചേണായിയോ, എന്തൊരു കഷ്ട. എനിക്ക് ആകെ ഉള്ളത് ജസ്ന സലീം മാത്രം. എന്നാ ചെയ്യാനാ കൊച്ചേ? ഇനിയിപ്പോൾ ചോദിക്കുന്നത് കാമുകൻ ഉണ്ടാവില്ലേന്ന്. കാമുകന്റെ പേരൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ പേരിന്റെ നീ മാത്രമാണല്ലോ ഒളിച്ച് താമസിക്കുന്നത്. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ നോക്കൂ, വെറുതെ ഒരു വീടല്ല, നമ്മുടെ സെലിബ്രിറ്റികളുടെ വീടുകളാണ്. മനസ്സിലായില്ലേ? അതായത് എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്. ഏകദേശം അതൊരു ചെറിയ ചാനലാണ്. ഈ ചാനലിനേക്കാളും കുറവ് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പോൾ 2 ചാനലിലും കൂടി വന്നിരുന്നിട്ട് ഇങ്ങനെ അപരാധം പറഞ്ഞിട്ട് ആളുകളെ മുഷിപ്പിക്കാനും വെറുപ്പിക്കാനും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മറ്റേ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിട്ട് ഇതുപോലെ സെലിബ്രിറ്റികളുടെ ആ വീട് കണ്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ സെലിബ്രിറ്റികളുടെ വീട് കാണാത്ത കുറേ പേരൊക്കെ ഉണ്ടാവും. കുഞ്ഞു ചാനലിൽ ഒരു കണ്ടൻറ്റ് വേണം, അതിനാണ് ഞാനീ പോകുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ, എനിക്ക് 24 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ മതി. പക്ഷെ ഞാൻ 2 ചാനലിലും റിയാക്ഷൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണം, അത്ര ചേഞ്ച്. ആർക്കാടോ ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്തത്? വാക്ക് കേട്ടിട്ട് പ്രിയ ചേച്ചി ഒരു ഓവർ കോൺഫിഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. അപ്പോ അതെന്തിടി നീ പറയാത്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. പറയടി. ഇപ്പം ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാണിക്കാറില്ല. എന്നെക്കൊണ്ട് എന്ത് സാധിക്കുമോ അത് മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. കാരണം എൻ്റെ നിലവിലെ സാഹചര്യം ഇപ്പോൾ അതാണ്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്തിരി ഓവർ കോൺഫിഡൻസ് കാണിച്ചേനെ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ പറയുന്നത് എന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നിനക്ക് നീ പറയുന്നത് ഓർമ്മയില്ല, വെളിവില്ലെങ്കിലും ഞാൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ കൃത്യമായിട്ടാണ്. അതിൽ ഒരു കൂടുതലുമില്ല, ഒരു കുറവുമില്ല. ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്കില്ല. കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ട് ഓവർ കോൺഫിഡൻസ് ആവുന്ന ആളല്ല. വരയ്ക്കാൻ എന്നിലൊരു കഴിവുണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ കോൺഫിഡൻസ് മാത്രമാണ് എനിക്കുള്ളത്, ഓവറില്ല. മനസ്സിലായില്ലേ?